വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റൊമാൻറ്റിക് പീരീഡിലെ ലാബറിംഗ് പോയറ്റ്സ് ആൻഡ് വുമൺ റൊമാൻറ്റിക് പോയറ്റ്സ്. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഫീമെയിൽ ഓതേഴ്സ്, റൊമാൻറ്റിക് പീരീഡിലുള്ള ഫീമെയിൽ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, വെൽ നോൺ ആസ് വുമൺ ഓതേഴ്സ് ആയിട്ടുള്ള മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, മറിയ എഡ്ജ്വർത്ത്, ഹാരിയറ്റ് മാർട്ടിനോ, മേരി ഷെല്ലി ആൻഡ് ഡൊറോത്തി വേർഡ്സ്വർത്ത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫീമെയിൽ റൊമാൻറ്റിക് പോയറ്റ്സ് ചാർലോട്ട് സ്മിത്ത്, മേരി റോബിൻസൺ, ഫെലിഷ്യ ഡൊറോത്തിയ ഹ്യൂമൻസ്, സ്കോട്ടിഷ് പോയറ്റാണ്. അതുപോലെ തന്നെ ഫാം ലാബറർ പോയറ്റായിട്ടുള്ള ജോൺ ക്ലാരെ. ഇവരൊക്കെയാണ് റൊമാൻറ്റിക് പോയറ്റ്സ് ആൻഡ് ഓൾസോ ഫീമെയിൽ romantic authors in romantic period. During the romantic period, laboring class poets ആയിട്ടുള്ള റോബർട്ട് ബേൺസ്, റോബർട്ട് ബ്ലൂംഫീൽഡ്, അതുപോലെ തന്നെ ജെയിംസ് ഹോഗ്, ജോൺ ക്ലാരെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് ഹംബിൾ ഓർ അൺഎഡ്യൂക്കേറ്റഡ് പോയറ്റ്സ് ആയിട്ടാണ്. ഗെയിൻഡ് റെക്കഗ്നിഷൻ ആൻഡ് പബ്ലിക് ഫാസ്കിനേഷൻ തോ ദേ ഫേസ്ഡ് ചലഞ്ചസ് ഇൻ എ വേൾഡ് ദാറ്റ് വാല്യൂഡ് മോർ ട്രഡീഷണൽ പോയറ്റ്സ്. ട്രഡീഷണൽ പോയറ്റ്സിന് കൂടുതൽ വില നൽകുന്ന ആ ഒരു വേൾഡിൽ അവർ എന്ത് ചെയ്തിരുന്നു? ചലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു. ഇനി നോട്ടബിൾ ലാബറിംഗ് ക്ലാസ് പോയറ്റ്സ് ഓഫ് ദ റൊമാൻറ്റിക് പീരിയഡ്. റോബർട്ട് ബേൺസ് സ്കോട്ടിഷ് പോയറ്റാണ്. ബേൺസ് ഈസ് കൺസിഡേർഡ് ദ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ആൻഡ് ഈസ് നോൺ ഫോർ ഹിസ് യൂസ് ഓഫ് ദ സ്കോട്ടിഷ് വെർണാക്കുലർ ഇൻ ഹിസ് പോയട്രി. എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് തീംസ് ഓഫ് ലവ്, നാച്ചർ ആൻഡ് ദ ലിവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. റോബർട്ട് ബ്ലൂംഫീൽഡ് ഇംഗ്ലീഷ് പോയറ്റാണ്. ബ്ലൂംഫീൽഡിൻ്റെ വർക്ക് പെർട്ടിക്കുലർലി ദ ഫാമേഴ്സ് ബോയ് എന്നുള്ളത് ബ്രോട്ട് അറ്റൻഷൻ ടു ദ ലിവ്സ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് റൂറൽ ലാബറേഴ്സ്. റൂറൽ ലാബറേഴ്സിൻ്റെ സ്ട്രഗിൾസും ലിവ്സാണ് ഈ ഒരു ദ ഫാമേഴ്സ് ബോയ് എന്നുള്ള ആ ഒരു വർക്കിൽ ഉള്ളത്. അതുപോലെ തന്നെ ജെയിംസ് ഹോഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കോട്ടിഷ് പോയറ്റും എസ്സേയിസ്റ്റാണ്. ഹോഗ്സിൻ്റെ വർക്കായിട്ടുള്ള ദ ക്യൂൺ ഓഫ് ദ ഗ്ലെൻ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് നാച്ചർ, ലവ് ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ with a focus on the Scottish countryside. Key characteristics of laboring class poetry. Origin ചെയ്തിട്ടുള്ളത് ദിസ് പോയറ്റ്സ് കെയിം ഫ്രം വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്, ഓഫ്റ്റൻ വിത്ത് ലിമിറ്റഡ് ഫോർമൽ എഡ്യൂക്കേഷൻ. തീംസ് എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് പോയട്രി ഓഫ്റ്റൻ ഫോക്കസ്ഡ് ഓൺ ദ ലിവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ ജീവിതവും എക്സ്പീരിയൻസാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ദ സ്ട്രഗിൾസ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ട്രഗിൾസ്, പോരാട്ടവും അതുപോലെ തന്നെ നാച്ചുറൽ വേൾഡിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വർക്കിലുള്ള തീംസ് എന്നുള്ളത്. ലാംഗ്വേജ് എന്നുള്ളത് അവരധികവും യൂസ് ചെയ്യുന്നുള്ളത് വേർണാക്കുലർ ലാംഗ്വേജ് ആണ്. ആൻഡ് ഡയലക്ട്സ് ഓഫ് ദ റീജിയൻസ്, അവരുടെ റീജിയണൽ ഡയലക്ട്സാണ് യൂസ് ചെയ്യുന്നുള്ളത്. മേക്കിംഗ് ദർ പോയട്രി ആക്സസിബിൾ ടു എ വൈഡർ ഓഡിയൻസ്. ഇനി ഡെസ്പൈറ്റ് ദർ ഹംബിൾ ഒറിജിൻസ് ദിസ് പോയറ്റ്സ് ഓഫ്റ്റൻ റിസീവ്ഡ് സബ്സ്റ്റാൻഷ്യൽ patronage and gained public recognition, becoming objects of fascination for the wider society. The work helped to broaden the scope of romantic poetry, moving beyond the aristocratic themes and language of earlier romantic poets. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സിൽ ലാബറിംഗ് പോയറ്റ്സ് ആൻഡ് വുമൺ റൊമാൻറ്റിക് വുമൺ പോയറ്റ്സ്, റൊമാൻറ്റിക് വുമൺ റൈറ്റേഴ്സ്, ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് വർക്ക്സും രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.